Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ SDE സ്റ്റുഡൻസിന്റെ അഡീഷണൽ പേപ്പറാണ് ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. നാളെ നടക്കാൻ പോകുന്ന എക്സാം ആണ്. നമ്മൾ ഈ ഒരു പേപ്പർ എങ്ങനെ പഠിക്കണം, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ചെയ്യാറുള്ളതാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എമർജിങ് ബിസിനസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി പേര് മാറ്റി ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി എന്നാക്കി. ദെൻ 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ഇക്കോണമി, ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ദെൻ ബിസിനസ് സസ്റ്റൈനബിലിറ്റി മൂന്നാമത്തെ വരുന്നു, ആൻഡ് ഫൈനലി ലാസ്റ്റ് ബിസിനസ് ഇൻ 21st സെഞ്ചുറി. സോ ഇതിൽ കണ്ടുവന്നിട്ടുള്ളത് 10 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്ന് 3 ചോദ്യങ്ങൾ വീതം വരുന്നു, പിന്നെ 2 ചോദ്യങ്ങൾ വീതം. ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് 2 മൊഡ്യൂള് പഠിച്ചാൽ തന്നെ മിക്കതും 6 ചോദ്യങ്ങൾ കിട്ടും. അതിനുശേഷം 4th മൊഡ്യൂൾ പഠിച്ചിട്ട് 3rd മൊഡ്യൂളിലോട്ട് പോയാൽ മതി. 4th മൊഡ്യൂൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതിൽ നിന്ന് എന്തായാലും 2 ചോദ്യങ്ങൾ എളുപ്പമുള്ള ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂള്, പിന്നെ 4th, പിന്നെ 3rd, ഈ ഒരു ഓർഡറിൽ പഠിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെനഫിറ്റ്. അപ്പം ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഈ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. പറയാനുള്ളത് ഒരുപാട് വായിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറയണത് ചെയ്യരുത്. പോയിന്റ് നോക്കുക, കൺസെപ്റ്റ് ഓർമ്മ വയ്ക്കുക, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യുക. ലിബറൽ സമീപനം പലപ്പോഴും വാല്യുവേഷനിൽ കണ്ടുവരാറുണ്ട്, അഡീഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലാദ്യം ഇന്ത്യൻ ഇക്കോണമി എ ബിസിനസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ബേസിക്സ് ആണ് കാണാറ് കൂടുതൽ. ഇപ്പോൾ ആദ്യം ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം, അതിൻ്റെ ഫീച്ചേഴ്സ്. പക്ഷേ നമ്മൾ ഇതുവരെയായിട്ട് ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടില്ല. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് നോക്കാം. ഇനി വന്നു കഴിഞ്ഞിട്ട് എന്നെ പറയരുത്. ഞാൻ പറയണത് ഇതുവരെയുള്ള അതിൻ്റെ ബേസിലുള്ള കാര്യങ്ങളാണ്. ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് എൻവയോൺമെന്റ് നിങ്ങൾക്ക് നോക്കി വെക്കാം. നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പറയണു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇതാണ്. ഇന്ത്യൻ ഇക്കോണമി ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി നോക്കേണ്ടതാണ്. ഇന്ത്യൻ ഇക്കോണമി ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി. എന്തുകൊണ്ട് ഡെവലപ്പിംഗ് ഇക്കോണമി എന്ന് ഇന്ത്യൻ ഇക്കോണമീനെ പറയുന്നു ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ് ഇമ്പാക്ട് ഇക്കണോമിക് എൻവയോൺമെന്റിനേക്കാൾ കൂടുതൽ ഇതാണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്, അതുകൊണ്ട് വീണ്ടും ഇടുക എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 3 വെയിറ്റേജിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പിന്നെ നമ്മളിതിൽ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന അടുത്ത ഏരിയയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിന് ശേഷം നെക്സ്റ്റ് ഇത് കണ്ടോ, ഇത് 3 വെയിറ്റേജിനുള്ള ഒരു ചോദ്യമാണ്. ഇനി ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പോവുക, ഇതൊക്കെ ഇന്ത്യൻ ഇക്കോണമിനെ പറ്റിയുള്ള. ഇനി നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അതിൽ മോഡേൺ ഇൻഡസ്ട്രി, ഇതൊന്നും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി കണ്ടിട്ടില്ല. ഞാൻ പറയണത് ഇതിൻ്റെ. ഇനി നെക്സ്റ്റ് MSME, ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ത്യൻ ഇക്കോണമി ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി, ഇത് രണ്ടും ഞാൻ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് പഠിച്ചതിന് ശേഷം പിന്നെ MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. അപ്പോൾ അത് നോക്കണം കേട്ടോ. MSME എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് നോക്കാം, അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക കേട്ടോ. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് ഓഫ് MSME. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി നെക്സ്റ്റ്, അതിൻ്റെ ഡെവലപ്പിംഗ് ഇക്കോണമി എന്ന് എന്തുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിനെ പറയണു, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, MSMEനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും.
റോളും ചോദിക്കാം. MSMEയിൽ നിന്നൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് 2 ടോപ്പിക്കുകളാണ്, പബ്ലിക് സെക്ടർ ആൻഡ് ഇന്ത്യൻ ഇക്കോണമി, സർവീസ് സെക്ടർ ആൻഡ് ഇന്ത്യൻ ഇക്കോണമി. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ടറിനെ പറ്റിയിട്ടുള്ള കാര്യം ഇന്ത്യൻ ഇക്കോണമിയുടെ പലപ്പോഴും മാറി മാറി വരാറുണ്ട്. ഒന്നുകിൽ പബ്ലിക് സെക്ടറിന്റെ റോള് ഇന്ത്യൻ ഇക്കോണമിയിൽ, അതല്ലെങ്കിൽ സർവീസ് സെക്ടറിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട്. അപ്പോൾ പബ്ലിക് സെക്ടറിന്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം കാണുക. റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് സൊസൈറ്റി. ഇതാണ് റോള് പബ്ലിക് സെക്ടർ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ടോപ്പിക്കാണ് 10-15. ഇനി റോൾ ഓഫ് സർവീസ് സെക്ടർ ഇൻ ഇന്ത്യൻ ഇക്കോണമി. പബ്ലിക് സെക്ടറിന്റെ റോളോ സർവീസ് സെക്ടറിന്റെ റോളോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വരാറുള്ളതാണ് കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു 3 ചോദ്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇടുന്നുള്ളത്. അല്ല ആദ്യം ഇനി നെക്സ്റ്റ് LPG വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എല്ലാ പേപ്പറിലും ഒരു ചോദ്യം വരാറുണ്ട്. എക്സ്പ്ലെയിൻ LPGനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ചില സമയത്ത് ഗ്ലോബലൈസേഷൻ മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന LPGനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലിബറലൈസേഷനെ പറ്റിയിട്ട്, പ്രൈവറ്റൈസേഷനെ പറ്റിയിട്ട്, ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇമ്പാക്റ്റ് ചില സമയത്ത് ഞാൻ പറഞ്ഞു ഗ്ലോബലൈസേഷൻ മാത്രമായിട്ടും എടുത്ത് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ. അപ്പോൾ LPG എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് സമ്മപ്പ് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ ഇക്കോണമി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ശരിക്കും പറഞ്ഞാൽ നമ്പർ 1 ഇന്ത്യൻ ഇക്കോണമിയുടെ ബേസിക്സ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ബേസിക്സ്, ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ റോള്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് MSME. 3 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂള് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് MSME. പിന്നെ ഞാൻ പറഞ്ഞു പബ്ലിക് സെക്ടർ, അവരുടെ റോള് ഈ പറയുന്ന ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിന്റെ. ഇതാണ് മറ്റൊരു ടോപ്പിക്. നാലാമത്തെ ലാസ്റ്റ് പറഞ്ഞു LPG. ഈ 4 ടോപ്പിക്കിൽ നിന്ന് 3 ടോപ്പിക്ക് ചോദ്യം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഇതാണ് ആദ്യത്തെ പറയാനുള്ളത്. അപ്പോൾ വലിച്ചു വാരി പഠിക്കാണ്ട് ഇതിലത്തെ ഈ കണ്ടന്റുകൾ പെറുക്കി പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് മൊഡ്യൂൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നും 3 ചോദ്യങ്ങൾ അവർ ഇടാറുണ്ട്. സോ ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഫോറിൻ ട്രേഡിൻ്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അതിനേക്കാൾ ഉപരി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഫോറിൻ ട്രേഡ് നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ഏരിയാസിലോട്ട് നേരെ കടക്കാണ്. പോളിസി ആൻഡ് ഫോറിൻ ട്രേഡ് നോക്കിയതിന് ശേഷം ബേസിക്സ് ഒക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ചോദിച്ചിട്ടില്ലേ, ശരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്നൊക്കെ ഇതുവരെയായിട്ട്. പക്ഷെ അങ്ങനെ അതിൽ നിന്ന് ബാലൻസ് ഓഫ് ട്രേഡ്, ഡിസിക്ലിബ്രിയം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ റിപ്പീറ്റ് ആണ്. SEZ കേട്ടോ. അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കാം. അപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അതിലെ എക്സാമിന് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക, അതല്ലാണ്ട് വലിച്ചു വാരിയിട്ട് പഠിച്ച് നേരങ്ങളായിരുന്നു. പിന്നെ നെക്സ്റ്റ് FDI റിപ്പീറ്റ്. FDIയുടെ ഇൻഫ്ലുവൻസ് പലപ്പോഴും അതിൻ്റെ ബെനഫിറ്റ്സ് ഇതൊക്കെ നോക്കി വെക്കുക. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ബെനഫിറ്റ്സ്, ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് FDIയുടെ ഇൻഫ്ലുവൻസ് മറ്റു കാര്യങ്ങളും. അതാണ് മറ്റൊരു ഏരിയ. ടൈപ്സ് അല്ല, FDIയുടെ ഇമ്പാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. SEZ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
FDI ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാറി മാറി വരാറുള്ളതാണ്. പിന്നെ ഫോറിൻ ട്രേഡിന്റെ ബേസിക്സും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ചിലപ്പോൾ ഇതിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ചോദിക്കാം. FDIയും സ്പെഷ്യൽ ഇക്കണോമിക് സോണും പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇതുവരെയായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ റിപ്പീറ്റ് അല്ല. ബട്ട് ഈ രണ്ട് ടോപ്പിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. That's about module number 2. Moving to module number 3, business sustainability in India. ഞാൻ പറയണു ലാസ്റ്റ് നോക്കിയാൽ മതി ഈ ഒരു മൊഡ്യൂള്. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും 2 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുവരാറ് മിക്കതും. ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് മിക്കതും കണ്ടുവരാറ്. അതല്ലാണ്ടുള്ളത് കണ്ടുവരാറില്ല. ഈ പറയുന്ന ഏരിയ ഉണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ചോദ്യമാണ് ഇതിനേക്കാൾ മുമ്പൊക്കെ കണ്ടുവരാറ്. ഇത് നോക്കി വെക്കുക. ഇതല്ലാണ്ട് ഇതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇട്ട് എൻ്റെ അടുത്ത് പറയരുത്. നമ്മൾ ഇതിനായിട്ട് മുമ്പ് ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ സർക്കുലർ ഇക്കോണമി ഒക്കെ ഉണ്ട്, പക്ഷേ കണ്ടിട്ടില്ല ഈ ഏരിയാസ് ഒന്നും. അങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് മേ ബി ചോദിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഒന്ന് നോക്കി വെച്ചോളൂ. 3 വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പ് ഉള്ളതാണ്. ബട്ട് ഞാൻ പറയണു ഇതിനായിട്ട് മുമ്പ് ചോദിക്കാത്തതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്താന്നുള്ളത്. നിങ്ങൾ ബാക്കിയുള്ള മൊഡ്യൂൾസ് നോക്കിയതിന് ശേഷം ഇതിലോട്ട് കടന്നാൽ മതി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തായാലും നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഏരിയ. ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോക്കാം, അതിന്റെ നീഡും. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്കെ ബേസിക്സ് ആണ് നോക്കണ്ടേ കേട്ടോ. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, നീഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ റോളുകള്, അങ്ങനത്തെ രീതിയിലാണ് ചോദ്യങ്ങൾ കണ്ടുവരാറ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്പർ 1 കോർപ്പറേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി ഈ 2 ടോപ്പിക്സ് ആണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് 4th കിടക്കാം. 4th ഈസി ടോപ്പിക്കുകളും കൂടുതൽ വരുന്ന ഏരിയാസ് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച ഒരു 3 വരെ ഇതിൽ നിന്ന് ഇടാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. ബിസിനസ് ഇൻ 21st സെഞ്ചുറി, കാരണം പുതിയ ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്. സോ ഇതിലെ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗിഗ് ഇക്കോണമി, പിന്നെ മെയിനായിട്ട് വരുന്ന ഏറ്റവും അടിഭാഗത്താണ്, താഴെയാണ്. ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഹൗ ടെക്നോളജി ഇൻഫ്ലുവൻസ് അവർ ഇക്കോണമി, ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 3 വെയിറ്റേജിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ ഇമ്പാക്ട് അത് നോക്കാം. ഒരു ചോദ്യം അതാണ്. ഡിമോണിറ്റൈസേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റ് ഏരിയ ആണ് ഡിമോണിറ്റൈസേഷൻ നോക്കണം. ശരിക്കും 3 ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് കേട്ടോ. ഡിമോണിറ്റൈസേഷൻ ഒരു ക്വസ്റ്റ്യൻ, ഡിമോണിറ്റൈസേഷൻ നോക്കണം. പിന്നെ സ്റ്റാർട്ടപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിലപ്പോൾ 3 വരെ ചോദിക്കാം. സ്റ്റാർട്ടപ്പ് റിപ്പീറ്റ് ആണ്. സ്റ്റാർട്ടപ്പ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഇതാണ് പഠിക്കണ്ടേ. എന്ത് ഏരിയയിലും അതാണ് പഠിക്കണ്ടേ. സ്റ്റാർട്ടപ്സ് ആൻഡ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിലെ സ്റ്റാർട്ടപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കണ്ടോ, ബെനഫിറ്റ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അതുപോലെ തന്നെ നെക്സ്റ്റ് പിന്നെ മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്, മറ്റൊരു ചോദ്യം. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നോക്കാം. മേക്ക് ഇൻ ഇന്ത്യക്കും സാധ്യതയുള്ളതാണ്. എന്തായാലും സ്റ്റാർട്ടപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ ആണ്. ഇനി ഇതിൻ്റെ അടിയിൽ 1-2 റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട്, അതും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ ഒരു 3 വേണമെങ്കിൽ ചോദിക്കുക. മേക്ക് ഇൻ ഇന്ത്യ അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നോക്കി വയ്ക്കുക. സ്റ്റാർട്ടപ്പ് നോക്കി വയ്ക്കുക. ഇനി മെയിൻ സംഭവം ഇവിടെ സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ആണ് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് നോക്കാൻ. അതിനുശേഷം വരുന്ന ഏരിയ ഏറ്റവും താഴെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിമൺ ഓണ്ടർപ്രണർഷിപ്പ്, അങ്ങനെ 1-2 ടോപ്പിക്കുകളുണ്ട് കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസാണ്. അതാണ് നിങ്ങൾ നോക്കേണ്ടത് ലാസ്റ്റ് ഏരിയ.
ഡിജിറ്റൽ ഇക്കണോമി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിജിറ്റൽ ഇക്കണോമിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കണം. പിന്നെ വിമൺ ഓണ്ടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ ഇക്കണോമിയുടെ കീ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതാണ്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ പറയണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കുക, വിമൺ ഓണ്ടർപ്രണർഷിപ്പ് നോക്കുക. ഇതൊക്കെ എന്താണെന്നുള്ളതിന്റെ ബേസാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. അതിന്റെ അഡ്വാൻറ്റേജസ് ഇപ്രാവശ്യമൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൈനലി വിമൺ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഇമ്പാക്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ. ഓക്കെ, ഇത്രയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂളിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കോപ്പ് കുറച്ചും കൂടി കൂടുതലുള്ളതാണ്. അത് മാത്രമല്ല അത് ഏറ്റവും അവസാനത്തെ ഏരിയയിലാണ് നിങ്ങൾ കൂടുതൽ നോക്കണ്ട. കുറെ വലിച്ചു വരുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഇപ്പൊ സ്റ്റാർട്ടപ്പ് പറഞ്ഞു, സ്റ്റാർട്ടപ്പ്. പിന്നെ ഡിജിറ്റൽ ഇക്കോണമി പറഞ്ഞു, ഇതില് ഡിജിറ്റൽ ഇക്കോണമി പറഞ്ഞു, AI പറഞ്ഞു, വിമൺ ഓണ്ടർപ്രണർഷിപ്പ് പറഞ്ഞു. വിമൺ ഓണ്ടർപ്രണർഷിപ്പ് സ്കോപ്പ് ഉള്ളതാണ്. മേക്ക് ഇൻ ഇന്ത്യ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത്ര ഏരിയാസിൽ നിന്ന് 2 or 3 വരെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ചില സമയത്ത് 3 വരെ വരാറുണ്ട്. ഈ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്ന് 2 ഇട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ ഇടാറുണ്ട്. സോ ഇതാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നും കൂടിയും റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏതൊക്കെയാ ഓരോ മൊഡ്യൂളിൽ നിന്ന് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ റിപ്പീറ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇന്ത്യൻ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡെവലപ്പിംഗ് ഇക്കോണമി എന്ന് എന്തുകൊണ്ട് പറയണു, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ MSME, LPG. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ. പിന്നെ പബ്ലിക് സെക്ടറിൻ്റെയോ സർവീസ് സെക്ടറിൻ്റെയോ റോള്, ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂള്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് SEZ, FDI കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഫോറിൻ ട്രേഡിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. മൊഡ്യൂൾ നമ്പർ 3 പോകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മൊഡ്യൂൾ നമ്പർ 4 പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഡിമോണിറ്റൈസേഷൻ, ദെൻ സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ ഇക്കോണമി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിമൺ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഇമ്പാക്ട്. ഇത്രയാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് 3 ഇടാം, ഇതിൽ നിന്ന് 2 ഇടാം, ദെൻ ഇതിൽ നിന്ന് 3, ഇതിൽ നിന്ന് 2, അങ്ങനെയും വരാം, നേരെ തിരിച്ചു വരാം. സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വലിച്ചു വാരി പഠിക്കാണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പോയിന്റ് വൈസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പ്രയോറിറ്റി ഫസ്റ്റ് മൊഡ്യൂൾ വേണമെങ്കിൽ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോയിക്കോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ദെൻ സെക്കൻഡ് പോയി തേർഡ് പോവുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.